ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. കണ്ണൂർ സ്നേക്ക് പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്നേക്ക് പാർക്കിൽ വിശേഷം നോക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. അപ്പോൾ 50 രൂപയാണ് ഒരാൾക്ക് റേറ്റ് വരുന്നത്. ഒരാളിപ്പോൾ രാവിലെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 8 മണി ടു വൈകുന്നേരം 6 മണിയാണ്. അപ്പോൾ ഇക്കുറി ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പൈസ എന്ന് പറയുന്നത്. ഗൈസ്, നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ്. കുറേ മീനുകൾ വരുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരുപാട് വെറൈറ്റി മീനുകൾ. ഒരുപാട് കാർമീനുകൾ. വലിയൊരു മീനാണ്. ഒരു വലിയ മീനാണ്. കുറേ ടൈപ്പ് മീനുകൾ വരുന്നുണ്ട്. ഗൈസ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതൊക്കെയാണ്. ഗൈസ്, നമ്മളിപ്പോൾ കാട്ടുപൂച്ചേൻ്റെ അടുക്കാണുള്ളത്, പക്ഷേ ഇവിടെ കാണുന്നില്ല. അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. ഗൈസ്, അതിൻ്റെ ഉള്ളിലുണ്ട്. പ്രേക്ഷകർ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് ഉള്ളിലുള്ള ഗൈസ്. ഇവിടെ ഐസ്ക്രീമിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഗൈസ്, നമ്മളങ്ങനെ ഉള്ളിലേക്കാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളം പന്നി ഇപ്പം കാണുന്നത്. ഗൈസ്, ഇത് പെരുമ്പാമ്പിൻ്റെ ഏരിയ. അങ്ങനെ ഗൈസ്, ഇത് എമോ എന്നുള്ള ഒരു പക്ഷിയാണ്. എമോ പേര് എമോ എന്നാ. ഗൈസ്, ഒരു കുരങ്ങനെ ചാടിക്കുന്നു നമ്മളടുത്തുണ്ട്. എനക്ക് വന്നായിരുന്നു ഉള്ളിൽ ചാടിയതാണോ സംശയമുണ്ട്. ഗൈസ്, അതെന്തൊക്കെ കളിക്കുന്നുണ്ട്. ഗൈസ്, മൂന്ന് പക്ഷികൾ വരുന്ന സ്ഥലം. കൃഷ്ണപ്പരുന്ത്, മീൻമൂങ്ങ, പിന്നെ ചക്കിപ്പരുന്ത്, ഇതെല്ലാം ഈ ഇല്ലുണ്ട്. ഗൈസ്, ഇതിൽ എവിടെ ഉള്ളതെന്ന് കാണുന്നില്ല. ഒന്ന് നമ്മൾ കണ്ട് ഗൈസ് കാണുന്നത്. അത് എനക്കൊന്ന് കൃഷ്ണപ്പരുന്താണെന്ന് തോന്നുന്നു. ഗൈസ്, ഇതിൻ്റെ മൂങ്ങേനൊന്നും കാണുന്നില്ല. എനക്കൊന്ന് അതിൻ്റെ ഉള്ളിലായിരിക്കും ഗൈസ് കാണുന്നത്. ഗൈസ്, മയിൽ
നമ്മളടുത്ത് തന്നെ ഉണ്ട് വലുത അതിൻ്റെ ഉള്ളിലുണ്ട് കൈസ മൂർക്കൻ്റെ 2-3 ഉണ്ട് അതിൻ്റെ മേലെ വരുന്നുണ്ട്. അതിൻ്റെ പൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മൂർക്കനാണ്. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് അണലിയാണ്. അതിൻ്റെ ഉള്ളിലുള്ളത് ചേരയാണ് ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതാണ്. കാട്ട് പാമ്പാ, കാട്ടുപാമ്പ് എന്ന് പറഞ്ഞിട്ടാണ്. നമ്മളിവിടെ ഒന്നും കാണുന്നില്ല കേസ്. ഇവിടെ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഉണ്ടാവുക. അവൻ ഒളിച്ചിരിക്കുകയാണ്. അവൻ നമ്മൾ കാണാതെ ആ സൈഡിലുണ്ട്. അതാ ആ സൈഡിലേക്ക് നോക്കും. ആ ഗൈസ് അതിൻ്റെ ഉള്ളിലുണ്ട് തോന്നുന്നു. ആ സൈഡിലുണ്ട് തോന്നുന്നു. ചെറിയൊരു ഗൈസ് അടുത്തത് വരുന്ന ഗ്രീൻ ഇക്വാന. നമ്മൾ കാണുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെറും മുതലയല്ല, പലതരം മുതല. വരൂ. ഇവിടെ കുറേ മുതല വെള്ളത്തിലുണ്ട് കാണുന്നത്. അടലെല്ലാം കാണുന്നുണ്ട് കേസ്. നമ്മുടെ അടുത്തുണ്ടെന്ന്. നമ്മൾ അടുത്ത് തന്നെ ഒന്നുണ്ട്. ആ കാണുന്നത് ഇത് അനങ്ങാണ്ട് നിൽക്കുന്നുണ്ടല്ലേ. അതിൻ്റെ നമ്മൾ അടുത്ത് തന്നെ ഇതാ ഉണ്ട് വേറെ. ഗൈസ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇപ്പോൾ പാമ്പിൻ്റെ തന്നെ വേറൊരു പച്ചപ്പാമ്പ് എന്ന് പറഞ്ഞ പാമ്പിൻ്റെയൊക്കെ കാണുന്നില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല. ആ അതാ ഗൈസ്, അതാ കാണുന്ന ചെറിയ ഗൈസ്. അടുത്ത് വരുന്നത് നീർക്കോലിയാണിത്. ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. ഇവിടെ എവിടെയെല്ലാം തിരിയുന്നില്ല. അപ്പം ആ വെള്ളത്തിലിരിക്കുന്നുണ്ടാവാം. ഒന്നും കാണുന്നില്ല. ആ ഗൈസ് അതിൻ്റെ അടിയിലുണ്ട് കാണുന്നത്. അതുപോലെ തന്നെ മണ്ണൂലിയ എന്നാണ് വരുന്നത്. അടുത്ത വരുന്നത് വിറ്റാക്കാർ മണ്ണൂലിയാണ് ഗൈസ്. കാണുന്നതാണ് ഇതാ ഗൈസ്. അടുത്ത പോകുന്നത് കോബ്ര ഹൗസിലേക്കാണ്. ഗൈസ് ഇവിടെ ഉണ്ട് സർപ്പം. അവനെവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അവനെവിടെയോ ഉണ്ട്. നമ്മളെ കണ്ടിരിക്കുന്നതാ സ്നേഹിത കോബ്ര. ഇതാ നമ്മളെ കാറിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്.
ഗൈസ് നമ്മളെ ഫ്രണ്ട് ഊഞ്ഞാലാടാൻ പോകുന്നത്. കുട്ടിത്തം മാറാത്ത ഞങ്ങളുടെ ഫ്രണ്ട് ഇതാ. നമ്മൾ രാജവമ്പാലിൻ്റെ എടുക്കുകയുള്ളത്, പക്ഷേ ഇവിടെ കാണുന്നില്ല എവിടെയുള്ളതെന്ന്. കുറേ സ്പേസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇവിടെ എവിടെയുള്ളതെന്നൊന്നും കാണുന്നില്ല. നോക്കുന്ന വെള്ളത്തിൻ്റെ ഉള്ളിലാണ്, അങ്ങോട്ട് എവിടെയോ. ഇവിടെ അടിപൊളി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റിയ കുറേ ഏരിയ, കുറേ ഇത് വരുന്നുണ്ട്, കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ. ഗൈസ് നമ്മളിപ്പോൾ സ്റ്റേറ്റ് പാർക്കിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകാമെന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബൈ. ബൈ ബൈ, സീ യു.